ഹലോ, ഒരു കഥ കൂടെ പറഞ്ഞോട്ടെ. നിർത്താതെ പെയ്യുന്ന മഴ കണ്ട് കുഞ്ഞ് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ, ആകാശം കരയുകയാണോ? അമ്മ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, അതേ മോനെ, ആകാശവും കരയും. അവൻ്റെ കാതടപ്പിക്കുന്ന ഇടിമുഴക്കം കേട്ടപ്പോൾ കുഞ്ഞ് അമ്മയോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് അമ്മയോട് ചോദിച്ചു, അമ്മേ, എന്താണ് ആ ശബ്ദം? അമ്മ വാത്സല്യപൂർവ്വം മറുപടി പറഞ്ഞു, ചില നേരങ്ങളിൽ മേഘങ്ങൾ അലറിക്കരയും, ആരെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ചുറ്റും വീശിയടിക്കുന്ന കാറ്റ് അതെന്താണമ്മേ? അമ്മ രസകരമായൊരു മറുപടി പറഞ്ഞു, സ്വയം സമാധാനിപ്പിക്കുന്നതിനിടയിൽ ആകാശം എടുക്കുന്ന ദീർഘനിശ്വാസമാണത്രേ കാറ്റ്. കഥയിൽ ചോദ്യങ്ങളില്ല, എങ്കിലും ഈ കഥ നമുക്ക് നൽകുന്ന ചില ജീവിത പാഠങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ കണ്ണീരും സങ്കടങ്ങളും നമ്മൾ ആരും അറിയാതെ ഉള്ളിലൊതുക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകൾ പ്രകടിപ്പിക്കുന്നത് ഒരു കുറച്ചിലായി നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ സങ്കടങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ മറ്റുള്ളവർ അറിയാതെ നമ്മൾ ഉള്ളിൽ ഒതുക്കാൻ ശ്രമിക്കും. അത് വലിയൊരു അപമാനമായി ചിലപ്പോൾ നമ്മൾ കരുതിയേക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, മേഘങ്ങൾ പെയ്തൊഴിയുന്നില്ല എങ്കിൽ എല്ലാം ഉള്ളിൽ സംഭരിച്ചാൽ, ഒടുവിൽ അതൊരു വലിയ മഴപ്പെയ്ത്തായി മാറിയാൽ ഈ ഭൂമിക്ക് അതിനെ ഒരു പക്ഷെ താങ്ങാൻ സാധിക്കില്ല. വലിയ പ്രളയത്തിലേക്ക് അത് മാറിയേക്കാം. എല്ലാ കാർമേഘങ്ങളും പെയ്തൊഴിയണം, എങ്കിൽ മാത്രമേ ആകാശം നീലാകാശമായി കാണാൻ ഭംഗിയുള്ളതായി മാറുകയുള്ളൂ. അവ പെയ്തൊഴിയുന്നില്ല എങ്കിൽ ആകാശം കറുത്തിരുണ്ട് നിഗൂഢമായിരിക്കും. അതിനാൽ തന്നെ നമ്മുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും കാറ്റിലേക്ക് വലിച്ചെറിയുക. നമ്മൾ കരയുന്നത് ആരോഗ്യകരവും മാനുഷികവുമാണ്. നമ്മുടെ എല്ലാ വികാരങ്ങളും, പ്രത്യേകിച്ച് സങ്കടത്തിൻ്റെ വികാരങ്ങളെ കണ്ണീരിലൂടെ പുറത്തേക്ക് ഒഴുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരാശ്വാസമുണ്ടല്ലോ, അത് വളരെ വലുതാണ്. നമ്മളിൽ പലരും നേരിടുന്ന വലിയ പ്രതിസന്ധികളിലൊന്ന് മുഖമമർത്തി കരയാൻ ഒരിടം, ഒരാൾ നമുക്കില്ല എന്നുള്ളതാണ്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ നമുക്കില്ല. നമ്മെ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരാൾ നമുക്കില്ല. പെയ്തൊഴിയുന്ന മഴ പോലെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ ഒന്ന് പെയ്തിറക്കാൻ ഒരിടമില്ല. ശരിയാണ്, എല്ലാവരെയും വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ എവിടെങ്കിലുമൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ സങ്കടങ്ങളെ നമ്മൾ ഇറക്കി വെച്ചേ മതിയാകും. കുട്ടിക്കാലം മുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ആൺകുട്ടികൾ കരയാൻ പാടില്ല. എന്തൊരു വിരോധാഭാസമാണല്ലേ! ഒരു പുരുഷൻ, ഒരു ആൺകുട്ടി മനുഷ്യനല്ലേ? അയാളുടെ സങ്കടങ്ങളുടെ സമയത്ത് അയാൾ കരഞ്ഞാൽ എന്താണ് പ്രശ്നം? അയാളുടെ പൗരുഷമോ ആണത്വമോ ഒന്നും അതിൽ നഷ്ടപ്പെടില്ല. വേദഗ്രന്ഥം പറയുന്നത് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മരിച്ച സമയത്ത് നസ്രായൻ കരഞ്ഞുവെന്നാണ്. ലാസറിൻ്റെ മരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നസ്രായൻ്റെ കരച്ചിൽ ലാസറിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. ഏതൊരു പുരുഷനും കരയാം കേട്ടോ. പിന്നെയുമുണ്ട് ഉദാഹരണങ്ങൾ. സ്വന്തം ഗുരുവായ നസ്രായനെ ഒറ്റിക്കൊടുത്തതിൻ്റെ വേദനയിൽ പത്രോസ് എന്ന പ്രിയപ്പെട്ട ശിഷ്യൻ ഭിത്തിയോട് മുഖം ചേർത്ത് തേങ്ങി കരഞ്ഞുവെന്നാണ് പറയുന്നത്. ചരിത്രം കരഞ്ഞ സ്ത്രീകളുടേത് മാത്രമല്ല കേട്ടോ, കരഞ്ഞ പുരുഷന്മാരുടേതും കൂടെയാണ്. അതുകൊണ്ട് സങ്കടങ്ങൾ വരുമ്പോൾ കരയുന്നത് ഒരു ബലഹീനതയല്ല, അത് നാം നമ്മെ തന്നെ സ്വതന്ത്രരാക്കി വിശാലമായ വിഹായുസിലേക്ക് പറഞ്ഞു വിടുന്നതിൻ്റെ അടയാളമാണ്. കരയണമെന്ന് തോന്നുന്നുണ്ടോ? കരയണം. അത് ഒറ്റയ്ക്കിരുന്നാണെങ്കിലും കരയണം. അത് നമുക്ക് നൽകുന്നൊരാശ്വാസം വളരെ വളരെ വലുതാണ്. കരച്ചിൽ ഒരു കുറവല്ല കേട്ടോ. അത് നമ്മിലേക്ക് തീർച്ചയായും കൊണ്ടുവരുന്നത് ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ്. അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോകൂ. കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, പിന്നെ എൻ്റെ പ്രാർത്ഥനയും.